അങ്കണവാടിയിൽ അസഭ്യവർഷവുമായി LDF സ്ഥാനാർത്ഥി. ഇടുക്കി വണ്ണപ്പുറം പഞ്ചായത്ത് 13-ാം വാർഡിലെ സ്ഥാനാർത്ഥി ലിജോ ജോസഫാണ് അങ്കണവാടി ജീവനക്കാരെ അസഭ്യം പറഞ്ഞത്. ലിജോയ്ക്കെതിരെ നബീസ പോലീസിൽ പരാതി നൽകി. എനിക്ക് ഞാൻ വോട്ട് ചെയ്യണത് എന്റെ ഇതല്ല, ഞാൻ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത്. നീ വെള്ളം അടിച്ചിട്ട് വന്നെങ്കിൽ നിന്റെ വയറ്റിൽ കിടന്നാൽ മതി. അല്ല നീ വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ വയറ്റിൽ കിടന്നാൽ മതി. ഇന്നലെ 1 മണിയോടുകൂടിയാണ് വണ്ണപ്പുറം മുള്ളംകുത്തി വാർഡിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടിയിലെ ഹെൽപ്പർക്ക് നേരെ LDF സ്ഥാനാർത്ഥിയുടെ അസഭ്യവർഷം ഉണ്ടായത്. ഇപ്പോൾ നബീസ ഇവരാണ് ഈ അസഭ്യവർഷം നേരിട്ട അംഗൻവാടി ഹെൽപ്പർ. അവന് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. മദ്യപിച്ചിട്ട് ഓടി വന്ന് അംഗൻവാടിയിൽ ഒന്ന് കയറി ആ വോട്ടിന്റെ കാര്യം പറഞ്ഞാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്റെ വോട്ട് വേണ്ടാന്ന് അവൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ വോട്ട് ആർക്കാ കൊടുക്കണേന്ന് ഞാനല്ല തീരുമാനിക്കണേ. വ്യക്തിപരമായ കാര്യങ്ങളാണ് വോട്ട് ചെയ്യണത്. അപ്പൊ എന്റെ ഇഷ്ടമാണ് വോട്ട് എന്റെ ആർക്കാ കൊടുക്കണ്ടേന്നൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞു ഈ വാർഡിലെ മെമ്പറിനെ എതിരെ നിൽക്കുന്ന സ്ഥാനാർത്ഥിനെ ഒക്കെ ചീത്ത വിളിച്ചു, എന്നെ വിളിച്ചു. എന്റെ ഭർത്താവ് മരിച്ചു പോയപ്പോ അവരുടെ എന്നാ ബാങ്കിലെ ഞാൻ ആദ്യം വിളിച്ചതെന്ന് അവര് പറയണത്. ഞാൻ അങ്ങനെ വിളിച്ചിട്ടില്ല, ഒന്നുമില്ല, അതെനിക്കറിയാം. അസഭ്യം പറഞ്ഞു. ചീത്ത വിളിച്ചോണ്ടിരുന്ന സമയത്ത് തന്നെ നീ വീഡിയോ പിടിച്ചിട്ട് സർക്കിളിന് ഇട്ട് കൊടുക്കുക, SIക്ക് ഇട്ട് കൊടുക്കുക, മെമ്പറിന് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അനാവശ്യ രീതിയിൽ അന്നേരം ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേ. എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ ചെയ്തോ. പിള്ളേരുടെ മുന്നിൽ നിന്ന് വർത്താനാണ് പറയണേ. മിനി എന്നെ വിളിക്കും, ടീച്ചർ എന്നെ വിളിക്കും. ഇത്ര സ്ഥലം വിറ്റ് പോയി. അനീഷുമായിട്ടുള്ള അനീഷിന്റെ പെണ്ണുപിള്ളയാണ്. എന്നെ വിളിച്ചിട്ട് ആ പാർട്ടിയുടെ ആൾക്കാർ ഇവിടെ വന്നു. അപ്പൊ ഇതെന്നാ ഇനി പോട്ടെ, അവൻ വെള്ളം അടിച്ചിട്ടല്ലേ, ഞാനും വന്നത് വേണ്ട ഇനി കൊടുക്കല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന. അന്നേരത്തേക്ക് അവൻ പിന്നെ രണ്ടാമത് പിള്ളേരെ വിളിക്കാൻ വന്ന കാരണന്മാരുടെ മുന്നിൽ വെച്ച് അവന് പൂട്ടി തന്നെ തെറി വിളിച്ചിട്ടാ പോയത്. അംഗൻവാടി ടീച്ചറാണ് ബിനി. ഞാൻ നാളെ റിപ്പോർട്ട് കൊടുക്കുന്ന ദിവസമായിട്ട് കണക്കെഴുതിക്കൊണ്ടിരിക്കുവായിരുന്നു. അന്നേരം ഇവൻ കയറി പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ഓട്ടൊന്നും വേണ്ട, നിങ്ങൾ തരില്ലെന്ന് അറിയാന്ന് പറഞ്ഞു ഇത്തായോട്. അന്നേരം ഞാൻ ഇത്താക്ക് നോട്ടീസ് കൊടുത്തപ്പോൾ ഇത്ത പറഞ്ഞു എനിക്ക് നോട്ടീസ് വേണ്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ട് തന്നെയുള്ളപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, എല്ലാവരും കൂടെ ഉള്ളപ്പോൾ ഇങ്ങനെ ഒന്ന് പറയണം, മോശമായിട്ട് നീ സ്ഥാനാർത്ഥി എനിക്കിനല്ലേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പം തന്നെ ഇറങ്ങി പോകും. ഒരു സ്ഥാനാർത്ഥി വളരെ മാതൃകാപരമായി പെരുമാറേണ്ട, കുറഞ്ഞ പക്ഷമെങ്കിലും പെരുമാറേണ്ട ഒരു സമയമാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ആ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലുമാണ് ഇത്തരത്തിൽ മദ്യപിച്ച് ചെറിയ കുട്ടികൾ പഠിക്കുന്ന അംഗൻവാടിയിലേക്ക് എത്തി അസഭ്യവർഷം നടത്തുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത്. അത് ഒരു ജനപ്രതിനിധിയാകാൻ അദ്ദേഹത്തിന് എത്രത്തോളം യോഗ്യതയുണ്ട് എന്ന ചോദ്യം ഉയർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അംഗൻവാടി ഹെൽപ്പറായിട്ടുള്ള നബീസ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. തുടർ നടപടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ആന്റണി ഗിറേറിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.